സുഹൃത്തുക്കളെ 10 മിനിറ്റ്സ് മൂവിയിലേക്ക് സ്വാഗതം. വിഷ്ണു വിശാലിന്റെ രാക്ഷസൻ എന്ന സിനിമയ്ക്ക് ശേഷം ഒരു അടിപൊളി ക്രൈം ത്രില്ലർ മൂവിയാണ് വന്നിരിക്കുന്നത് ആര്യൻ. ലൈവ് TV ഷോയിൽ ആങ്കർ നയന ഒരു നടനെ ഇന്റർവ്യൂ ചെയ്യുന്നു. ആ സമയത്ത് ഓഡിയൻസിൽ നിന്നും അഴകർ എന്ന ഇദ്ദേഹം ആ നടനെ കളിയാക്കുന്ന പോലെ സംസാരിക്കുന്നു. ആ നടനെ അത് ഇഷ്ടപ്പെടാതെ എണിച്ചു പോകുമ്പോൾ ഇയാൾ തോക്കെടുത്ത് ആ നടന്റെ കാലിൽ ഷൂട്ട് ചെയ്തു. എല്ലാവരും ഞെട്ടിപ്പോയി. ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നവരും അവിടെയുള്ള ഓഡിയൻസും എല്ലാവരും. ആരും പേടിക്കേണ്ട, പുറത്തു പോകുന്ന മെയിൻ ഡോർ എല്ലാം ലോക്കാണ്. എല്ലാവരും അവരവരുടെ സീറ്റിൽ ഇരിക്കാനായിട്ട് പറയുന്നു. ഇനി 1 മണിക്കൂറിൽ ഞാൻ ഇവിടെ ഒരാളെ കൊല്ലും, അയാളുടെ പേര് നാരായണൻ എന്നും പറയുന്നു. ആ സമയത്ത് പോലീസും മീഡിയസ് ഒക്കെ പുറത്തു വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ആ ആങ്കർ എന്താണ് നിങ്ങളുടെ ഡിമാൻഡ് എന്നൊക്കെ ചോദിക്കുന്നു. അയാളുടെ ഡിമാൻഡ് ഒന്നുമില്ല എന്ന് പറഞ്ഞ് കുറച്ച് ബുക്കുകളുടെ പേരൊക്കെ പറഞ്ഞതൊക്കെ വായിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. ആങ്കറും ഇല്ല എന്ന് പറയുന്നു. അതെ, ഇദ്ദേഹം ഒരു റൈറ്റർ ആണ്. ഓരോ ബുക്കും 10-15 വർഷം റിസർച്ച് ചെയ്ത് എഴുതിയിട്ട് ഈ കഥയൊന്നും പോരാ, വേസ്റ്റ് ആണെന്ന് പബ്ലിഷർ പറഞ്ഞവ. ഞാൻ എഴുതിയ ബുക്കൊക്കെ വായിച്ച് ഈ ലോകം എന്നെ അഭിനന്ദിക്കും എന്ന് ഞാൻ വിചാരിച്ചു, പക്ഷെ ഒന്നും നടന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ. നിങ്ങൾ എല്ലാവരും എന്റെ ക്യാരക്ടേഴ്സ് ആണ്. ആങ്കറോട് അതിന്റെ ഒരു 1 ലൈൻ പറയുന്നു, എ പെർഫെക്റ്റ് ക്രൈം സ്റ്റോറി. ഇന്ന് മുതൽ 5 ദിവസത്തേക്ക് 5 ക്യാരക്ടേഴ്സിനെ കൊല്ലും. കൊല്ലുന്നവന്റെ പേര് 1 മണിക്കൂർ മുമ്പ് പറയും. പറ്റുമെങ്കിൽ പിടിച്ചു നോക്കുക എന്ന് പറയുന്നു. ആങ്കർ, ഇതാണോ നിങ്ങളുടെ പെർഫെക്റ്റ് ക്രൈം സ്റ്റോറി? ഇതുപോലെ 100 നോവൽസ് എനിക്ക് കാണിക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് അയാളെ കളിയാക്കുന്നു. അപ്പോൾ ആങ്കറോട് ആ മാനേജർ മൈക്കിൽ പറയുന്നുണ്ട്, ഈ ഓഡിയൻസിന്റെ ലിസ്റ്റിൽ നാരായണൻ എന്ന പേരേ ഇല്ല. അഴകർ എന്നത് അവന്റെ നിക് നെയിം ആണ്. നാരായണൻ എന്നാണ് അവന്റെ ഒറിജിനൽ നെയിം എന്ന് പറയുന്നു. ആങ്കറിന് കൺഫ്യൂസ്ഡ് ആയി. അപ്പൊ നിങ്ങൾ മരിച്ചാൽ എങ്ങനെ 5 പേരെ കൊല്ലും എന്ന് ചോദിക്കുന്നു. അതാണ് പെർഫെക്റ്റ് ക്രൈം സ്റ്റോറി എന്ന് പറഞ്ഞ് അവൻ തന്നെ ഷൂട്ട് ചെയ്യുന്നു. ശേഷം ഈ പോലീസുകാരൊക്കെ ഡിസ്കസ് ചെയ്യുന്നത് ആ പറഞ്ഞ സസ്പെക്ട് മരിച്ചുപോയ അവസ്ഥയ്ക്ക് ഇത് വലിയ കാര്യമാക്കണ്ട എന്ന മട്ടിലാണ് ഇരിക്കുന്നത്. എന്നാലും ഈ കേസ് അന്വേഷിക്കുന്നത് നമ്മുടെ നായകൻ നമ്പിയാണ്. നമ്പി അവന്റെ വീട്ടിലൊക്കെ പോയി നോക്കുന്നു, പക്ഷെ കാര്യമായിട്ട് ഒന്നും കിട്ടിയില്ല. ഇവരുടെ മെയിൻ കൺഫ്യൂഷൻ എന്താണെന്ന് വെച്ചാൽ മരിച്ചയാളെ എങ്ങനെയാണ് കൊല്ലാൻ പോകുന്നവരുടെ പേര് അനൗൺസ് ചെയ്യുക എന്ന്. IG നമ്പിയോട് പറയുന്നുണ്ട്, എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്ക്, അല്ലെങ്കിൽ ഈ കേസ് പെട്ടെന്ന് ക്ലോസ് ചെയ്തോ എന്ന് പറയുന്നു. അഴകരുടെ വീട്ടിൽ പകുതി കത്തിപ്പോയ ഒരു ഡയറി കണ്ടു, പക്ഷെ ആ പേജ് എംപ്റ്റി ആയിരുന്നപ്പോൾ അത് കാര്യമാക്കാതെ വിട്ടു. ശേഷം രാത്രി സിഗ്നലിൽ വെച്ച് ഡിസ്പ്ലേയിൽ അഴകരുടെ വീഡിയോ ദൃശ്യമാവുന്നു. ആൾക്കാരൊക്കെ ഇത് കണ്ട് ഞെട്ടിപ്പോയി. അവൻ അടുത്ത് കൊല്ലാൻ പോകുന്ന ആളുടെ പേര് പറയുന്നു, അശോക് എന്ന്. പോലീസുകാരും ജനങ്ങളും ആരായിരിക്കും ഈ അശോക് എന്ന് നോക്കുന്നു. അപ്പോൾ അവിടെ ഒരു മിനിസ്റ്ററുടെ പേര് അശോക് എന്നാണ്. പോലീസുകാരെല്ലാവരും അദ്ദേഹത്തിനാണ് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത്. പക്ഷേ നമ്പി ഇദ്ദേഹമായിരിക്കാൻ ചാൻസ് ഇല്ല എന്നും പറയുന്നുണ്ട്. അപ്പോഴാണ് ടെലിഫോൺ ബൂത്തിൽ ഒരാൾ സംസാരിക്കാൻ വന്നപ്പോൾ അത് വെടിച്ച് പൊട്ടിത്തെറിച്ചത്. അന്വേഷണത്തിൽ കൊല്ലപ്പെട്ടവൻ ഒരു എക്സ് മിലിറ്ററി ആയിരുന്നു. ഒരാളെ മാത്രം കൊല്ലാനുള്ള വെടിമരുന്നുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. മറ്റാർക്കും ഒന്നും പറ്റാത്ത രീതിക്കുമാണ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല അഴകർ ഒരു എഞ്ചിനീയർ ആണ്. ഹാക്കിംഗ് കാര്യത്തിൽ എല്ലാത്തിലും ബഹുക്യാമനാണെന്നും പറയുന്നുണ്ട്. ഈ ബുക്ക് പബ്ലിഷ് ചെയ്യുന്ന ആളോട് അന്വേഷിച്ചപ്പോൾ ഈ പ്രശ്നത്തിന് ശേഷം അഴകർ എഴുതിയ ബുക്സ് ഒക്കെ നല്ല പോലെയാണ് സെയിലാകുന്നത്. നൈനയും നമ്പിയും സംസാരിക്കുന്നു. അയാളുടെ എല്ലാ ബുക്സും അവർ വായിച്ചിട്ടുണ്ട്, പക്ഷെ ഒരു ബുക്ക് മാത്രമാണ് കിട്ടാത്തത്, ആര്യൻ എന്ന ബുക്ക്. IG-യോട് റിപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ഈ അഴകർ എന്ന നാരായണനെയും വിക്ടിമായിട്ട് എടുക്കണം. ഈ അഴകർ അശോക് 2 പേർക്കും കോമൺ ആയിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ 2 പേരുടെ ഏജും 50 ആണ്. അഴകരുടെയും അശോകിന്റെയും മക്കള് അവരെ ഒതുക്കിയാണ് വെച്ചിരിക്കുന്നത്. 2 പേരും ഒറ്റപ്പെട്ട ആൾക്കാരാണ്. അപ്പോൾ നമ്പി ഗസ്റ്റ് ചെയ്യുന്നത് അടുത്ത് കൊല്ലാൻ പോകുന്നവനും വയസ്സായ ഒരു ഒതുക്കപ്പെട്ട ആളായിരിക്കും. ഇത്തവണ എന്തായാലും പിടിക്കാമെന്ന് പറയുന്നു. അപ്പോഴാണ് TV-യിലൂടെ അഴകരുടെ അനൗൺസ്മെന്റ് വരുന്നത്. ഇത്തവണ പറഞ്ഞ പേര് റസിയ എന്നായിരുന്നു. നമ്പി ഇത് എക്സ്പെക്ട് ചെയ്തില്ല, ഷോക്കായി പോയി. ഇതാണ് റസിയ. സ്റ്റേജിൽ ഭരതനാട്യം ആടുകയാണ്. അങ്ങനെ ആടുമ്പോൾ തന്നെ വീണ് മരിച്ചുപോയി. എങ്ങനെയാ കൊല്ലപ്പെട്ടതെന്ന് വെച്ചാൽ അവരുടെ മേക്കപ്പ് സെറ്റ്സിൽ പോയിസൺ കലർന്നിട്ടുണ്ടായിരുന്നു. ഈ ഫസ്റ്റ് മരിച്ച അശോകിന്റെ കൂടെ ജോലി ചെയ്ത ആളും പറയുന്നുണ്ട്, നല്ല സിൻസിയറായ നല്ലൊരു മനുഷ്യനായിരുന്നു എന്നൊക്കെ. അതുപോലെ തന്നെ ഈ റസിയയും പാവപ്പെട്ട കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് ഡാൻസ് പഠിപ്പിക്കുന്ന ഒരു ടീച്ചറുമാണ്. അപ്പോൾ നമുക്ക് തോന്നും, എന്തുകൊണ്ടാണ് ഇവൻ നല്ല ആൾക്കാരെ കൊല്ലുന്നത് എന്ന്. അഴകറിന്റെ അടുത്ത വീഡിയോ വരുന്നവരെ അടുത്ത് കൊല്ലപ്പെടാൻ പോകുന്നവൻ ആരാണെന്ന് അറിയില്ല. പേര് പറഞ്ഞ 1 മണിക്കൂറിൽ അതാരാണെന്ന് നമ്മൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയണം. പൊതുജനങ്ങളുടെ പേരും ഡീറ്റെയിൽസും ലൊക്കേഷനും ഒക്കെ അറിയാനുള്ള ഒരു ഡാറ്റാബേസ് റെഡിയാക്കുകയാണ്. ഇതുവരെ 3 പേരെ കൊന്നതായിട്ട് വീഡിയോ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഫസ്റ്റ് കൊന്നത് തന്നെയാണ്. പിന്നെ അശോക്, റസിയ. ഇവരുടെ ഫസ്റ്റ് ലെറ്റേഴ്സ് എടുത്ത് നോക്കിയാൽ AAR, അതായത് അഴകരുടെ ഒരു മാസ്റ്റർ പീസ് ബുക്ക് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ആര്യൻ. അപ്പോൾ അതിന്റെ ഓർഡേഴ്സിലാണ് കൊല്ലുന്നതെന്ന് കണ്ടുപിടിക്കുന്നു. അപ്പോൾ അടുത്ത് കൊല്ലാൻ പോകുന്നത് Y. അങ്ങനെ പറയുമ്പോൾ എല്ലാവരുടെ ഫോണിലുള്ള ടെലഗ്രാമിലൂടെ ഒരു വീഡിയോ പുറത്തു വരുന്നു. അതിൽ അഴകർ പറയുന്നു, ഈ പോലീസുകാരൊക്കെ പറയും ഈ കൊല്ലുന്നത് ഞാനല്ല വേറെ ആരെങ്കിലും ആയിരിക്കും, അതൊന്നും വിശ്വസിക്കേണ്ട, ഞാനാണെന്ന് പറഞ്ഞ് ആ ടെലിഫോൺ ബൂത്തിൽ ബോംബ് വെച്ച വീഡിയോവും കാണിക്കുന്നു. എന്നിട്ട് അടുത്ത ആളുടെ പേരും പറയുന്നു, യുവറാജ് എന്ന്. ആ പേര് പറഞ്ഞ ഉടനെ പോലീസുകാരെല്ലാവരും ഉടനെ അന്വേഷണം തുടങ്ങുന്നു. അപ്പോൾ പറഞ്ഞ 1 മണിക്കൂറിൽ ഡെഡ് ബോഡി ഒന്നും കിട്ടിയില്ലെങ്കിൽ ഇപ്രാവശ്യം അയാൾ ഫെയിലായി എന്ന് പറയുമ്പോൾ പിറ്റേ ദിവസം കടലോരത്ത് ഒരു ഡെഡ് ബോഡി വന്ന് കിടക്കുന്നുവെന്ന് ഫോൺ വരുന്നു. പോയി നോക്കി
നോക്കിയാൽ യുവരാജ് എന്നൊരു സോഷ്യൽ ആക്ടിവിസ്റ്റ് ആയിരുന്നു. അയാൾ എങ്ങനെയാണെന്ന് വെച്ചാൽ കടലിനെ സ്നേഹിക്കുന്ന ഒരാളാണ്. കടലിൽ വേസ്റ്റ് ഒന്നും ഇടണ്ട എന്ന് പോരാടുന്ന ഒരു വ്യക്തിയാണ്. ഇയാൾ മരിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ അയാൾ ഉപയോഗിക്കുന്ന ഓക്സിജൻ സിലിണ്ടറിൽ കെമിക്കൽ മിക്സ് ആക്കിയിരിക്കുന്നു എന്ന് കണ്ടുപിടിക്കുന്നു. പോലീസുകാർക്കാണെങ്കിൽ ഇത്രയും സംഭവിച്ചിട്ടടക്കം നമുക്കിതിൽ ഒരു ബ്രേക്ക് ത്രൂ പോലും കിട്ടിയില്ലല്ലോ എന്ന് പറയുകയാണ്. അപ്പോഴാണ് ഒരു വക്കീലിന്റെ അടുത്ത് നിന്നും അഴകർക്ക് ഒരു കൊറിയർ വരുന്നത്. അതിൽ ഇയാളുടെ ബുക്സിന്റെ റൈറ്റ്സും പണവും തന്റെ മകനും പിന്നെ പോലീസ് വെൽഫെയർ ഫണ്ട്, വുമൻസ് വെൽഫെയർ ഫണ്ട് എന്നിങ്ങനെ ഒരു 5 ഇതിന് പോകണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇവൻ കൊന്നവനും ഈ പറഞ്ഞ വെൽഫെയർ ഫണ്ടിനും ബന്ധമുണ്ടാകുമെന്ന് പറയുന്നു. ശേഷം ഇവര് കെയർ ഇന്ത്യ വെൽഫെയർ ഫണ്ടിൽ നിന്നും ഒരു നേഴ്സിനെയാണ് കൊല്ലാൻ പോകുന്നതെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നു. അപ്പോഴാണ് അഴകരുടെ വീഡിയോ വരുന്നത്. ഇപ്പോൾ പറഞ്ഞ പേര് ആശ എന്നാണ്. അതാരാണെന്ന് നോക്കുമ്പോൾ ഒരു നേഴ്സാണ്. അവരും അവരുടെ ഹസ്ബൻഡും കൊറോണ സമയത്ത് ജനങ്ങൾക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടുള്ളവരാണ്. ആ സമയത്ത് അവരുടെ ഭർത്താവ് കൊറോണ വന്ന് മരിച്ചുപോയി. അപ്പോൾ ആ ജനങ്ങൾ തന്നെ അവരുടെ വീട്ടിൽ നിന്നും പുറത്താക്കി വിട്ടു. അതിനുശേഷം അവർ ഒരുപാട് കഷ്ടപ്പെട്ടു. നായകൻ എങ്ങനെയെങ്കിലും ഇവരെ രക്ഷിക്കണമെന്ന് അവരുടെ അഡ്രസ്സ് കണ്ടുപിടിച്ച് വീട്ടിലേക്ക് പോകുന്നു. അപ്പോഴാണ് അവർ ഭർത്താവിന്റെ ഡെത്ത് ആനിവേഴ്സറിക്ക് കാൻഡിൽ ഏറ്റാൻ പോയത് എന്ന്. അവിടെ പോയതും ഇവർ സേഫ് ആയിരിക്കുന്നത് കണ്ട് ഇവൻ ആശ്വാസപ്പെടുന്നു. അവരോട് കാര്യം പറഞ്ഞ് ജീപ്പിൽ കയറ്റി വിടുന്നു. അപ്പോഴാണ് നമ്പിയുടെ കൈ നോക്കുമ്പോൾ ബ്ലഡ് ആയിരിക്കുന്നത്. പെട്ടെന്ന് തന്നെ ജീപ്പ് തുറന്നു നോക്കുമ്പോൾ അവർ മരിച്ചുപോയിരിക്കുന്നു. ഇവര് മരിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ അവർ കത്തിച്ച മെഴുകുതിരിയിൽ ഒരു നല്ലൊരു പോയിസൺ ഉണ്ടായിരുന്നു. അത് ശ്വസിച്ചിട്ടാണ് ഇവർ മരിച്ചു പോയത്. നമ്പിക്ക് ഇവരെ രക്ഷിക്കാൻ പറ്റിയില്ലോ എന്നൊരു ഗിൽട്ടായിരുന്നു. അവസാനത്തെ ആളെയെങ്കിലും എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് ചിന്തിക്കുന്നു. അവസാനത്തെ ആളും എൻ എന്ന ലെറ്ററിലായിരിക്കും തുടങ്ങുക. അവരും ഒരു സോഷ്യലിസ്റ്റ് ആയിരിക്കണമെന്ന് പറയുന്നു. അപ്പോഴാണ് പാർക്ക് വൃത്തിയാകുമ്പോൾ ആ സീറ്റിനടിയിൽ ഒരു ഫോൺ കിട്ടുന്നത്. പോലീസ് അത് നോക്കുമ്പോൾ അഴകരുടെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ഇതുവരെ ലൈനായിട്ട് പേര് പറഞ്ഞു, ഇനി ക്ലൈമാക്സിൽ ഒരു ട്വിസ്റ്റ് വെക്കണമെന്ന് പറഞ്ഞ് അവസാനത്തെ ലെറ്റർ എൻ ആണെന്ന് നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടാവും. ആ പേര് പറയണോ നമ്പി സാർ എന്ന് പറഞ്ഞതും മൊത്ത സ്റ്റേഷനും നായകനടക്കം ഞെട്ടിപ്പോകുന്ന എല്ലാവരും. അപ്പോൾ എന്നെന്ന് പറഞ്ഞാൽ ഈ പോലീസ് നമ്പിയായിരിക്കുമോ? ഇയാൾ മരിച്ചതിന് ശേഷമാണ് ഞാൻ കേസിൽ തന്നെ വന്നത്. എങ്ങനെ ഇതൊക്കെ ഇയാൾക്ക് അറിയാമെന്ന് എല്ലാവർക്കും ഒരു കൺഫ്യൂസ്ഡ് ആയിരിക്കണോ? ഒരുപക്ഷെ അത് നിങ്ങളാണെങ്കിൽ നിങ്ങളെയും കൊന്നാൽ നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റിന് അപമാനമായിരിക്കും. അതുകൊണ്ട് പോലീസുകാർ ആദ്യം നമ്പിയെ പ്രൊട്ടക്ട് ചെയ്യുന്നു. അതുപോലെ എന്നെന്ന് വെച്ചാൽ ആ നൈന ആങ്കർ ആകാനും ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞ് അവരെ സേവ് ചെയ്യാനും കുറച്ച് ഫോഴ്സ് അയക്കുന്നു. അപ്പോഴാണ് നമ്പി നോട്ട് ചെയ്യുന്നത്. ആ വീഡിയോയിൽ ഒരു ഡയറി ഉള്ളത് നോട്ട് ചെയ്യുന്നു. നമ്പി വെറുതെ ഡയറി എടുത്ത് നോക്കിയപ്പോൾ എംപ്റ്റി ആയിരുന്നു. ഒരു ലൈറ്റർ എടുത്ത് കത്തിച്ച് നോക്കിയപ്പോഴാണ് അതിലുള്ള വിഷയമൊക്കെ അറിയുന്നത്. ഇതുവരെ എല്ലാവരെയും കൊന്നത് എങ്ങനെയാണെന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ അതിലുണ്ടായിരുന്നു. എന്ന ലെറ്ററും വെച്ച് അവസാനത്തെ ആളെ കൊല്ലുന്ന രീതിയും ഉണ്ടായിരുന്നു. ഒരു പർട്ടിക്കുലർ പ്ലേസിൽ ഒരു പർട്ടിക്കുലർ റൂമിൽ ആളുള്ള പോലെയാണ് കാണിക്കുന്നത്. നമ്പി നേരെ അങ്ങോട്ട് ഓടുന്നു. അതുപോലെ പോലീസുകാർ എന്ന പേര് വെച്ച് നോക്കുമ്പോൾ നളിനി എന്നൊരു സോഷ്യലിസ്റ്റ് ഒരാഴ്ചയായിട്ട് മിസ്സിംഗ് ആണെന്ന് അറിയപ്പെടുന്നു. നമ്പി അവിടേക്ക് പോയപ്പോൾ ബെഡിനടിയിൽ ഒരു സീക്രട്ട് റൂം കാണുന്നു. അതിനകത്തേക്ക് പോയി ഒരു സ്ഥലത്ത് നിന്നതും പെട്ടെന്ന് അവന്റെ നാലാപക്കവും ഗ്ലാസ് കവർ ചെയ്യുന്നു. അപ്പോൾ അവന്റെ മുന്നിൽ ഒരു വീഡിയോ വരുന്നു. എനിക്കറിയാം സാർ നിങ്ങൾ ഇങ്ങോട്ട് വരുമെന്ന്. നിങ്ങൾ എന്തോ ബ്രേക്ക് ത്രൂ കണ്ടുപിടിച്ചെന്ന് പറഞ്ഞില്ലേ, ഇത് നിങ്ങൾക്കുള്ള ട്രാപ്പാണ്. അപ്പോൾ ആ ഗ്ലാസ്സിൽ വെള്ളം നിറഞ്ഞുകൊണ്ടിരിക്കുന്നു. നായകൻ എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. വെള്ളം കംപ്ലീറ്റ് ആയി നിറഞ്ഞ് നായകൻ മരിച്ചു പോകുന്ന ഒരു അവസ്ഥയിലാണ്. അപ്പോൾ പെട്ടെന്ന് കണ്ണു തുറന്ന് കയ്യിൽ ഒരു എക്യുപ്മെന്റ് എടുത്ത് ഗ്ലാസ് കുത്തിപ്പൊട്ടിച്ച് പുറത്തു വരുന്നു. അപ്പോൾ ആ 2 പോലീസുകാരും അവിടെ എത്തിയിരുന്നു. നമ്പി ഇത് എനിക്കുള്ള ട്രാപ്പല്ല, നളിനി ഇവിടെ ഉണ്ടാകുമെന്ന് പറയുന്നു. എങ്ങനെയോ അവസാനം ആ നളിനിയെ അവിടെ നിന്ന് കണ്ടുപിടിച്ച് രക്ഷിക്കുന്നു. അഴകർ എന്തിനാണ് ഇതൊക്കെ ചെയ്തതെന്നും പറയുന്നുണ്ട്. ഈ മരിച്ചവരെല്ലാവരും നല്ലവരായിരുന്നു, പക്ഷേ ജനങ്ങളാൽ അംഗീകരിക്കപ്പെടാത്തവരാണ്. ഇവിടെ എന്താണെന്ന് വെച്ചാൽ തനിക്ക് തന്നെ റീൽസ് ഇട്ട് ഫെയിം ആകുന്നവരെയാണ് തലയിൽ കയറ്റി വെക്കുന്നത്. പക്ഷേ യാതൊരുവിധ പ്രതീക്ഷയും ഇല്ലാതെ ജനങ്ങൾക്ക് നല്ലത് മാത്രം ചെയ്യണമെന്ന് ഉദ്ദേശിച്ച് നല്ലത് ചെയ്യുന്ന ഇവരെ പോലെയുള്ളവരെ നമ്മൾ മൈൻഡ് ചെയ്യുന്നു പോലും ഇല്ല. അവരെ എല്ലാവരെയും കൊന്ന് അടയാളപ്പെടുത്തിയതാണ് ഈ അഴകർ ചെയ്ത പണി. അപ്പോൾ ഈ അഴകർ നമ്പി എന്ന പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അതെന്താന്ന് വെച്ചാല് ഈ നളിനി എന്നൊരു ട്രാൻസ്ജെൻഡർ ആയിരുന്നു. ആണായിരിക്കുമ്പോൾ അവർക്ക് പേര് നമ്പി എന്നാണ്. ശേഷം ഇവർക്ക് ആര്യന്റെ ഒറിജിനൽ വേർഷൻ ബുക്ക് കിട്ടുന്നു. അത് മുഴുവനും വായിച്ചപ്പോഴാണ് അയാൾക്ക് നെറ്റിക്കുന്ന ഒരു കാര്യം അറിഞ്ഞത്. എന്നുള്ളത് നമ്പിയാണോ നളിനിയാണോ എന്ന് ഞാനേ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. അതായത് നമ്മുടെ അഴകർ നമ്പിയെയും കൊല്ലാനായിട്ടുള്ള ഒരു ഓപ്ഷണലായിട്ടാണ് വെച്ചിരുന്നത്. ഇതോടെ ഈ മൂവി അവസാനിക്കുന്നു. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.